പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഫെബ്രുവരി 26 ബുധനാഴ്ച. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ആശീർവാദ പ്രാർത്ഥനയിൽ കിടക്കുന്ന മുമ്പായിട്ട് എല്ലാവരും മൗനമായി. കുഞ്ഞുങ്ങളെയൊക്കെ പരീക്ഷയ്ക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവരോട് വന്ന് ചേർന്ന് നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ അവരുടെ മൊബൈലെടുത്ത് അവരും അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയണം. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാർ തന്നെ അടുത്ത് വിളിച്ച് അവരെ അവിടെ ശിരസ് കൈവച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുഞ്ഞുങ്ങളെ പരീക്ഷ ടൈമിൽ അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു പ്രാർത്ഥനകൾ ചെയ്യുന്നത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താറ് നടന്ന 10,000 ആരാധന ശക്തിയാൽ ഇന്നിവിടെ ആരെല്ലാം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബുദ്ധി കുറഞ്ഞ മക്കളുണ്ട്, കർത്താവ് ഓട്ടിസമുള്ള മക്കളുണ്ട്, കർത്താവ് ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളുണ്ട്. ഈശോയെ, ആ കുഞ്ഞുങ്ങളെല്ലാവരും ഗർഭത്തിൽ തന്നെ കർത്താവ് ആന്തരികമായ അപകടങ്ങൾ ഹൃദയത്തിന് ഹോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അതിൻ്റെ അവരുടെ അമ്മമാരുടെ വേദനകളുണ്ട്. ഈശോയെ, അതെല്ലാം കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഉറക്കം നിന്ന് കർത്താവ് റിലേ പോയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓർമ്മയിലില്ലെന്ന് ഞാൻ അന്താളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആസ്വദിക്കപ്പെടട്ടെ.
കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ, മറ്റുള്ളവരെ, അവരെ എല്ലാം കർത്താവ് നീ ആശീർവദിക്കണമേ. അവരുടെ യാത്രകളെ ആശീർവദിക്കണമേ, അവരുടെ സംരംഭങ്ങളെ ആശീർവദിക്കണമേ, അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഹോംവർക്കുകൾ നീ ആശീർവദിക്കണമേ. കർത്താവെ, എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണോ മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത്, അവരുടെ യാത്രകൾ, യാത്രയുടെ തടസ്സങ്ങൾ, യാത്രയുടെ എന്നേക്കുള്ള തടസ്സം വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ, അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ, കർത്താവ് ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ, ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഇല്ലാത്ത, ഒരു 4 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവരെ, കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വച്ചിട്ട് ലോണിനായാലും വീടിനായാലും പലതരത്തിലുള്ള അപേക്ഷകൾ, അതിന് പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ, ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ, പിന്നെ അത് കാത്തിരിക്കുന്നവർക്ക് സുബോധർക്കുമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കർത്താവെ, അവരുടെ പരാതി പോരായ്മകൾ നീ തന്നെ പരിഹരിച്ചുകൊണ്ട് കർത്താവെ, അവർക്ക് നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് അവരുടെ ജീവിത വിജയം കൈവരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളം ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്നേ, അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മർക്കോസ് 8:23, 8:26 ഒരുമിച്ച് പരിശോധിക്കുകയും എൻ്റെ വിഷയം ഇതാണ്: കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പം കർത്താവ് അവനെ സുഖപ്പെടുത്തുമ്പോൾ കുറച്ച് പേര് കൂടി ഈ ബെത്സയിദയിൽ വെച്ചേ, ബെത്സയിദ എന്ന് പറയുന്ന ഒരു സമുദ്രതീര പട്ടണമാണ്. അവിടെ ഈശോ എത്തിയപ്പോൾ കുറച്ച് പേര് കൂടി ഒരു അന്ധനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വരികയാണ്. പക്ഷെ അവനെ സുഖപ്പെടുത്തുന്ന മുമ്പ് കർത്താവ് കാണിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുഖപ്പെടുത്തുന്ന മുമ്പ് അവനെ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. സുഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം അവനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം വായിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. മർക്കോസ് 8:23. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതായത് അവൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഇതാണ്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. പിന്നെ ഈശോ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവനപ്പോഴ് മനുഷ്യരെ തന്നെ തെളിച്ച് ഉള്ള പോലെ കാണും. അതിന് ശേഷം ഈശോ അവനോട് പറയും, വായിച്ചേ, എന്താ പറയണത്? 8:26 വായിച്ചേ. മർക്കോസ് 8:26. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ കർത്താവ് ഒരു വീര്യശക്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോരും, അതിനെ വേർപെടുത്തും. പിന്നീട് അവന് ആ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമെന്ന് തോന്നിയിട്ടില്ലേ? ആ വചനം എടുത്തേ, ഹെബ്രായർ 6:4 എടുത്തേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും. കണ്ട, ഈ ബെത്സയിദ കുരുടന്റെ കാഴ്ച വഴി വചനത്തിൽ ഭയങ്കര ബന്ധമുള്ളത് തോന്നുന്നു. എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവാനുഗ്രഹത്തിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇവൻ പഴയ കൂട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാലേ, ചില ദൈവത്തെ നിന്ദിക്കുന്നുണ്ട്. ചില കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും ദൈവത്തിന്, ചില വീടുകളിൽ ചില പൊളിച്ച അപ്പന്മാരായാലും അമ്മമാരായാലും, എപ്പോഴും അപ്പന്മാർ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വന്ന് കിട്ടിയ തങ്ങളാരോ വലിയ ആളായിപ്പോയി എന്ന് കണ്ടാൽ, തങ്ങൾക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിലായി കഴിയുമ്പോൾ ഉടനെ അവരുടെ സ്റ്റൈലിന് വേണ്ടി അവർ ദൈവത്തെ നിഷേധിക്കും. എന്നിട്ട് വല്ല ഫ്രീ തിങ്കേഴ്സ് എന്ന എന്തെങ്കിലുമൊക്കെ പൊളിച്ച് പറഞ്ഞിട്ട് അവർ വേറെ സ്റ്റാറ്റസ് ഉണ്ടാക്കും. ദൈവത്തെ അംഗീകരിക്കണത് ചെറുക്ക് ചില പോരായ്മയെ തരും. അതായത് റോമ 1:20 ഇടയ്ക്കൊക്കെ പറയണതാണ് ചെറുക്ക്. അപ്പോൾ
അതുപോലെയുള്ള ചിന്താപദ്ധതികളിലൊക്കെ ചെന്ന് ചാടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെയുള്ളവരുടെ ദൈവികമായ കാര്യങ്ങളിലേക്കാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള ശക്തികളുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ചങ്ങാത്തം അവസാനിപ്പിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അവരെപ്പോഴും അവരുടെ തൊണ്ട ശവക്കുഴിയാണെന്ന് പറയത്തില്ല, എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, എപ്പോഴും ദൈവത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. റോമ 3:13 എടുത്തേ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അതാണ് ഗ്രാമം. മനസ്സിലായില്ലേ? ചില ആൾക്കാർ സംസാരിക്കേണ്ടത് എപ്പോഴും ദ്വയാർത്ഥം ഉണ്ടാവും. ഈ ഊള മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ദ്വയാർത്ഥം ഉണ്ടാവും എപ്പോഴും. എന്ത് സംസാരിച്ചാലും തെറി ഉണ്ടാവും അതിൻ്റെ അകത്ത്. കാരണം തൊണ്ട തുറന്ന ശവക്കുഴി അറിയാവില്ല, ശവക്കുഴിനെ തുറന്ന് കിടന്നാൽ എന്തും ദുർഗന്ധമായിരിക്കും. അവർ എപ്പോഴും നെഗറ്റീവ് തന്നെ, കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആരൊക്കെ പള്ളിയിലെ കാര്യം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും, അച്ഛന്മാരൊക്കെ ഉടനെ കുറ്റം പറയും, വേറെ എന്ത് ധ്യാനകേന്ദ്രം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അപ്പം അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ അവസാനിക്കും. പിന്നെ എന്താ പറയണത്? അതിൻ്റെ മർക്കോസ് അവനെ സുഖപ്പെടുത്തി വിശ്വസിക്കുക. എന്തായാലും സുഖപ്പെടുത്തും. 8:26 എന്താ എഴുതിയിരിക്കണം? ഒന്ന് വായിച്ചേ. മർക്കോസ് 8:26. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. അവൻ സുഖപ്പെട്ട് അനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് പോകരുതെന്ന്. ആ കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടത്തിലെ ചില കുപ്പിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈകിട്ട് എന്താ പരിപാടിയൊക്കെ ചോദിക്കത്തില്ലേ? എന്ത് പറഞ്ഞാലും ചത്തവൻ്റെ വീട്ടിൽ പരിചരിക്കാൻ കൂടിയാലും കുഴി വെട്ടണവരെ ചില ആൾക്കാർ നിൽക്കും. നിന്നിട്ട് ആ ചത്തവൻ്റെ അപ്പം സങ്കടപ്പെട്ടിരിക്കണമെങ്കിൽ അപ്പനോട് ചോദിക്കും, അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും. അതാണ് പരിപാടി. അതാണ് ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ യവനെ സംബന്ധിച്ചുള്ള ആര് ചത്താലും ആരെ വെട്ടിമൂടിയാലും യവന് സ്മോൾ വേണം. അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് വില്ലേജ് എന്നുള്ള അർത്ഥമല്ല. ഇതുപോലെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, ദൈവത്തിനേക്കാൾ ഒന്നാം സ്ഥാനം വേറെ പല പല കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത് അവനോട്? ഇത്തരം കൂട്ടായ്മയിൽ പ്രവേശിക്കുക പോലും 8:26. അത് ഈ നോൻപുകാലം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കൂട്ടായ്മ പ്രവേശിക്കുക പോലും ചെയ്യരുത്. ചെയ്താൽ എന്ത് സംഭവിക്കും? അത് 2:10 സംഭവിക്കും. എന്താ 2:10 വായിച്ചേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം, അതാണ് ഈ അറിവാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. ഈ അന്ധന് അറിവ് മൂലം അവർ ലോകത്തിന്റെ ഗ്രാമത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും. നമ്മളായിരിക്കും തോൽപ്പിക്കപ്പെടാൻ പോണത്. കണ്ടില്ലേ? കാര്യം ദൈവത്തിനെതിരെ സംസാരിക്കുന്നവൻ എപ്പോഴും പകയുള്ളവനും ഉള്ളിൽ വിഷമുള്ളവനും ഒക്കെ ആയിരിക്കും. അവൻ ഭയങ്കര യുക്തിയും തന്ത്രങ്ങളൊക്കെ പറയും. കാര്യം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ളത്, എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ദൈവം ഒരു പരീക്ഷണ വസ്തുവോ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനോ ഒരു ഫോർമുലയോ ഒന്നുമല്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഉള്ളത്. ആ വ്യക്തിപരമായ അനുഭവങ്ങൾ ചില ലക്ഷക്കണക്കിന് അനുഭവങ്ങളാണ്. അതുകൊണ്ടല്ലേ ആൾക്കാർ വിശ്വാസം നിൽക്കണത് അങ്ങനെ. അപ്പം അതുകൊണ്ട് ആ അനുഭവം അവർക്കും ഉണ്ടാകത്തില്ല. അപ്പോൾ എത്ര രാത്രിയും പകലും ആകുമ്പോൾ തർക്കിച്ചാലും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്താണ് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി. അപ്പൊ ഈ വീണ്ടും പഴയ കുപ്പിക്കൂട്ടങ്ങളിലേക്ക്, അതുപോലെ കുന്നായ്മ കൂട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കൂട്ടായ്മയും കൂട്ടുകെട്ടുമൊക്കെയാണ് കേട്ടാ ഉള്ള കാര്യം. നേരത്തെ പറഞ്ഞേക്കാം, നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, നോൻപും അതും ശരി ഇതും ശരി, നോൻപും ഇതൊക്കെ ആയിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. കുറച്ചൊക്കെ നട്ടല് വേണം. വാഴപ്പിണ്ടി വെച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് നട്ടലുള്ളവർക്കുള്ളതാണ്. താങ്ക് യു.